കണ്ണു തുറക്കുമ്പോൾ അവൾ കാണുന്നത് തന്നെ നോക്കി കസേരയിലിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെയാണ്. ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റു. ആരാ? ഹേയ്, റിലാക്സ്, പേടിക്കണ്ട, ഞാൻ ഒന്നും ചെയ്യില്ല. എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? ഉമ കരച്ചിലിൻ്റെ വക്കോളം എത്തിയിരുന്നു. തന്നെക്കൊണ്ട് ഒരു ചെറിയ ആവശ്യം, അത്രയേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, ഞാൻ വീട്ടിൽ കൊണ്ടുപോയാക്കാം. അവളെ നോക്കിക്കൊണ്ട് അവൻ ഫ്ലാറ്റിൻ്റെ ഡോറിനടുത്തേക്ക് നടന്നു. തനിക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നത് എന്നവൾക്ക് മനസ്സിലായില്ല. ആരോ നിയന്ത്രിക്കുന്ന യന്ത്രം പോലെ അവൾ അവനെ പിന്തുടർന്നു. നിങ്ങളാരാ? എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? അതൊക്കെ മോൾക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ മനസ്സിലായിക്കൊള്ളും. അവളുടെ ചോദ്യത്തിന് അവൻ്റെ മറുപടി അതായിരുന്നു. അവളുടെ നെഞ്ചിടിപ്പ് ക്രമാതീതമായി വർദ്ധിച്ചു. എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു. അവൾ ഭയത്തോടെ അവനെ നോക്കി. പുറത്ത് പാർക്ക് ചെയ്ത കാറിലേക്ക് അവൻ കയറി. കേറ്, തന്നെ വീട്ടിൽ തിരിച്ചെത്തിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആശങ്കകൾ നിറഞ്ഞ മണിക്കൂറുകൾക്കൊടുവിൽ തിരികെ വീട്ടിലെത്തുമ്പോൾ അവൾ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. വീടിനുള്ളിലേക്ക് കയറുമ്പോൾ തന്നെ കണ്ടു ഹാളിനുള്ളിൽ സഭ കൂടിയിരിക്കുന്നവരെ. എവിടെയായിരുന്നു നീ ഇത്രയും നേരം? ആ ശബ്ദത്തിനുടമ മുത്തശ്ശനായിരുന്നു. കയ്യിൽ വലിയൊരു വടിയുണ്ട്. അവൾ പേടിയോടെ അയാളെ നോക്കി. ചോദിച്ചത് കേട്ടില്ലാന്നുണ്ടോ? അയാളുടെ സ്വരം കനത്തു. എനിക്കൊന്നും അറിയില്ല. നിനക്കൊന്നും അറിയില്ലേ? പിന്നെ ഈ കാണുന്നതൊക്കെ എന്താണ്? വിനു അയാളുടെ ഫോൺ അവളുടെ നേരെ നീട്ടി. അതിലേക്ക് നോക്കിയ ഉമ ഞെട്ടിപ്പോയി. അയാളുടെ കൂടെയുള്ള തൻ്റെ ചിത്രങ്ങൾ. ഇത് ചതിയാണ് മുത്തച്ഛ, എനിക്കൊന്നും അറിയില്ല. അവൾ ഒരാശ്രയത്തിനായി ചുറ്റിനും നോക്കി. മുത്തശ്ശി വേറെ ഏതോ ലോകത്തിലെന്ന പോലെ ഇരിക്കുന്നു. തന്നെ ഒന്ന് നോക്കുന്നത് പോലുമില്ല. അവൾ ഓടിച്ചെന്ന് അവരുടെ കാൽക്കൽ വീണു. ശ്രീദേവിയെപ്പോലെ നീയും എന്നെ ചതിച്ചല്ലോ മോളെ. അവർ അവളിൽ നിന്നും മുഖം തിരിച്ചു. ഉമ പ്രതികരിക്കാനാവാതെ ഒരു ശില പോലെ നിന്നു. അച്ഛാ, ആ പയ്യൻ പുറത്തു നിൽപ്പുണ്ട്. വിനു ജഗന്നാഥൻ്റെ ചെവിയിൽ രഹസ്യമെന്ന പോലെ പറഞ്ഞു. അവനെ ഇങ്ങോട്ട് വിളിക്കുക, അയാൾ ആജ്ഞാപിച്ചു. അത് കേൾക്കേണ്ട താമസം അയാൾ പുറത്തേക്ക് ഓടി. അല്പസമയത്തിനുള്ളിൽ അവനെയും കൊണ്ട് അകത്തേക്ക് കയറി. ഏതാ നീ? ഇവളുമായി എന്താ ബന്ധം? അയാൾ അവനെ സൂക്ഷിച്ചു നോക്കി. ഞാൻ അരുൺ, പിന്നെ ഈ നിൽക്കുന്നത് എൻ്റെ കാമുകിയാണ്. ഞങ്ങൾ തമ്മിൽ 2 വർഷത്തോളമായി പ്രണയത്തിലാണ്. എൻ്റെ കൂടെ ജീവിക്കാൻ ഇറങ്ങി വന്നതാണ് ഇവൾ. അവൾ ഞെട്ടലോടെ അയാളെ നോക്കി. ഇയാൾ പറയുന്നതെല്ലാം കള്ളമാണ്. എനിക്ക് ഇയാളെ അറിയുക പോലുമില്ല. ആരെങ്കിലും ഒന്ന് വിശ്വസിക്ക്. ആരും അവളെ ഗൗനിച്ചില്ല. ഉമ കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് ഊർന്നിരുന്നു. അച്ഛാ, ഇതിപ്പോൾ നാട്ടുകാരെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വിവാഹമായി അങ്ങ് നടത്തിയാലോ? എന്താന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചോളൂ. അയാൾ അകത്തേക്ക് നടന്നു. പടുത്തുയർത്ത മോഹങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഒരു നിമിഷം കൊണ്ട് അവസാനിച്ചു. ഈശ്വര, ഇത് സ്വപ്നം മാത്രമായിരിക്കണേ. എന്തുകൊണ്ടാണ് തനിക്ക് മാത്രം ഇങ്ങനെയൊരു വിധി ദൈവം എഴുതി ചേർത്തത്? അവൾ 2 കൈകളും മുഖത്തേക്ക് അമർത്തി തൻ്റെ വിധിയെ സ്വീകരിക്കുവാനെന്ന പോലെ ഇരുന്നു.